ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ശ്രുതി മോൾസ് യൂട്യൂബ് ചാനൽ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്രമായ സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയായിട്ട് 4 പേരും കൂടി ഫീനിക്സ് മോളിൽ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. സോ ഞങ്ങൾ ക്യാബൊക്കെ ബുക്ക് ചെയ്തിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഭയങ്കര തിരക്കായിരുന്നു. ട്രാഫിക് ആയതുകൊണ്ട് 30 മിനിറ്റിന് മേളിൽ സമയമെടുത്തു ഞങ്ങൾക്ക് ഫീനിക്സ് മോളിലേക്ക് എത്താൻ. വൈറ്റ് ഫീൽഡിലാണ് ഫീനിക്സ് മോളുള്ളത്. ഫീനിക്സ് മോളും PVR മോളും ഒരുമിച്ചുള്ള മോളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ കാണാം, ഭയങ്കര തിരക്ക്, എന്തോ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലാണ് ഏറ്റവും വലിയ ട്രാഫിക്കിൻ്റെ കേന്ദ്രം എന്നൊക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ ഫീനിക്സ് മോളിലെത്തി. ഫീനിക്സ് മോൾ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മോൾ ഫുള്ള് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് വെച്ചേക്കാണ്. ട്രീസിലൊക്കെ നല്ല ലൈറ്റിൻ്റെ ബോളൊക്കെ എറിഞ്ഞ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നു. ഇതോ നിങ്ങൾ കാണുന്നുണ്ടാകുക, അതാണ് ക്രിസ്മസ് ട്രീ ഫീനിക്സ് മോളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കുറേ നാളായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഞങ്ങൾക്ക് ഇന്നാണ് പോകാൻ സമയം കിട്ടിയത്. സോ ഞാൻ ട്രീനെയൊക്കെ കാണുമ്പോൾ ഇത് പിക്കോക്കിൻ്റെ ഫെദർ പുറകുവശത്തുള്ള ഭാഗമാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ ബിസിയിലാണ്. അവിടെ വന്നവരെല്ലാവരും ഫോട്ടോ എടുക്കണം. എന്നാണ്ട് ഇതാണ് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് ശ്രീകാന്ത്, ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി ശ്രീദേവി, പിന്നെ ഞാൻ. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാം, ഫുൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ബിസിയിലാണ് എല്ലാവരും. കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് എവിടെയൊക്കെ ഉള്ളവരാണെന്ന് പോലും നമുക്കറിയില്ല. സോ സാറ്റർഡേ ആയതുകൊണ്ടും വീക്കെൻഡ് ആയതുകൊണ്ടും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് ഫോട്ടോ എടുക്കണം, കുറച്ച് സ്ഥലം അങ്ങനെ തിങ്ങി നിൽക്കുകയാണ് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ ഡാൻസിങ് ത്രൂ ദി സ്നോ, വൺ ആൻഡ് ഓപ്പൺ സ്ലീ ഇങ്ങനെയൊക്കെ പാട്ടും പാടിക്കൊണ്ട് വീഡിയോ എടുത്ത് നിൽക്കുക. ഈ ക്രിസ്മസ് ട്രീ എന്തുകൊണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക? കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്രീൻ കളറ് സാധനങ്ങളൊക്കെ ഇട്ട് ചുറ്റി എത്ര ഭംഗിയായിട്ട് നമുക്ക് ആ റെഡ് ടാഗൊക്കെ കെട്ടിയേക്കുന്ന, അതിൻ്റെ മുകളിൽ ലൈറ്റ് കെട്ടിയേക്കുന്ന സൂപ്പറല്ലേ. എൻ്റെ ചേട്ടന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ബിസി ആയിരുന്നു. നല്ല എല്ലാവരുടെയും ഫേസിൽ നോക്കുക, ആ ചിരി, ആ സന്തോഷം എല്ലാവരുടെയും മുന്നിൽ കാണാൻ പറ്റും, എല്ലാവരുടെ ഫേസിൽ കാണാൻ പറ്റും. അങ്ങനെ ആ ലൈറ്റൊക്കെ കാണുമ്പോഴേ നല്ലൊരു ഹാപ്പിയാണ്. നമ്മൾ മോളിൽ പോയി കഴിഞ്ഞാൽ ട്രീ മാത്രം കണ്ടിട്ട് വരുന്നത് അത്രയ്ക്കും ശരിയല്ലല്ലോ. എല്ലാവരെയും ഇങ്ങനെ ശ്രദ്ധിച്ച് അവരുടെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് അവർ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ടാണ് വന്നത്. ഞാൻ എല്ലാവരും ഇങ്ങനെ വായി നോക്കി കമൻറ്റ് പഠിച്ച് നല്ല രസത്തിൽ വീഡിയോ ഒക്കെ എടുത്ത് ഹാപ്പിയായിട്ട് ഞാൻ അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. പിന്നെ നമുക്കിനി അടുത്തതായിട്ട് ഫീനിക്സ് മോളിൻ്റെ ചുറ്റും എന്തൊക്കെയാണ് വിൽപ്പനയ്ക്ക് ഇവർ വെച്ചേക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റോറിൽ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സ്റ്റോറിൽ നമ്മൾ ഈ ക്രിസ്മസ് ട്രീയുടെ മുകളിലൊക്കെ വെക്കാനും പിന്നെ കുറേ പെൻസിൽസും ഫോട്ടോ ഫ്രെയിംസും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അടുക്കാൻ പറ്റത്തില്ല, അമ്മാതിരി റേറ്റാണ്, ഭയങ്കര കോസ്റ്റ്ലി സാധനങ്ങളാണ് അവിടെ എല്ലാം വിൽപ്പനയ്ക്ക് വെക്കുക. ആ ട്രീയുടെ അടിയിൽ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് ആ മഞ്ഞയും പച്ചയും കൂടി കലർന്നിട്ടുള്ളൊരു ലൈറ്റ് ഉണ്ടല്ലോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറേ കുക്കീസും കാര്യങ്ങളും സ്വീറ്റ്സിൻ്റെ സെയിലൊക്കെ ചെയ്യുന്ന ഒരു പ്ലേസ്. നിങ്ങൾക്ക് വേണോ കുക്കീസ്? ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് തരട്ടെ, നല്ല ടേസ്റ്റാണ്, ഒരെണ്ണം കഴിച്ച് നോക്കൂ. വേണ്ട അല്ലേ? പിന്നെ അടുത്തത് ഞങ്ങൾ റാന്തലും കപ്സും ലൈറ്റ്സും ക്യാൻഡിലൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് പോയി. നിങ്ങൾക്ക് നോക്കൂ, എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കാം.
ഗായ്സ്, നിങ്ങൾ ഈ ചെമ്പരിയാടിനെ കണ്ടോ? എന്തൊക്കെ ഭംഗിയായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. പിന്നെ സാന്റ പാപ്പ ഉണ്ടായിരുന്നു, ക്രിസ്മസ് പാപ്പ ഗിഫ്റ്റ് ഒന്നും ഇല്ലേ ഈ വർഷം. പിന്നെ അവിടെ തോട്ടത്തിൽ പൂക്കളൊക്കെ വളർത്തിയിരിക്കുന്നു. ഇപ്പുറത്ത് ക്രിസ്മസ് ട്രീ, അപ്പുറത്ത് പിക്കോക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നല്ലൊരു ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലം ഞങ്ങൾ കണ്ടു. ക്രിസ്മസ് ട്രീ, റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ വലിയൊരു റെഡ് കളറിൻ്റെ സോഫ, സിംഗിൾ പീസ് ചെയർ ഉണ്ടായിരുന്നു. നല്ല ക്ലാസി ലുക്കായിരുന്നു കണ്ടപ്പോൾ. പിന്നെ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി. എൻ്റെ ചേട്ടൻ ക്യാമറ കൊണ്ട് എനിക്ക് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. പക്ഷേ എനിക്ക് ഇതുവരെ ആ ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ചോദിക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ കുറേ ചേട്ടന്മാർ അവിടെ നടന്ന് കണ്ട് ടയേർഡായിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ പിക്കോക്കിനെ കണ്ടു. വാവ്, എത്ര അടിപൊളിയായിട്ടുള്ള പിക്കോക്കായിരുന്നു എന്നറിയോ. കുറേ ലൈറ്റിങ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല നല്ല കളറിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാം. അതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞു സാന്റ കുട്ടിയുണ്ടായിരുന്നു. അത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, സാന്റ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മൾ സൈഡിലെ ആംഗിളിലൊക്കെ നിന്ന് നോക്കുമ്പോൾ പിക്കോക്കും ക്രിസ്മസ് ട്രീയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വ്യൂ സൂപ്പർ അടിപൊളിയായിരുന്നു. സോ നമ്മൾ വെളിയിലൊക്കെ കറങ്ങിക്കഴിഞ്ഞു. ഇനി അകത്ത് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാം. നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് പോയി കുറേ ലൈറ്റിങ്സും പിന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലുള്ള കുറേ ഡിസ്പ്ലേസ് ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ. അത് കഴിഞ്ഞിട്ട് ആണുങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിലേക്ക് നമ്മൾ പോയി. എന്താണെന്നറിയില്ല, പെൺപിള്ളേർക്ക് അല്ലെങ്കിലും ആൺപിള്ളേരുടെ ഉടുപ്പ് കാണുമ്പോഴാണ് ഒരുപാട് ഇഷ്ടം. അങ്ങനെ ഞാനും ശ്രീദേവിയും കൂടെ കണ്ണാടി കണ്ടപ്പം വിട്ടില്ല, അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു, വീഡിയോസ് എടുത്തിട്ട് ഞങ്ങൾ ഇനി മുന്നോട്ടിനെയും പോവാം. നമുക്ക് അടുത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാമെന്നേ. ഇനി അപ്പം ഇങ്ങനെ നടക്കുകയാണ്. എന്നെ കാണാൻ കൊള്ളാമല്ലേ? സൈഡിൽ 2 മുടി ഇങ്ങനെ കെട്ടി, എൻ്റെ മുടി നീളമുള്ള മുടിയാണ്, മുടി മടക്കി ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. സോ എല്ലാവരും പറഞ്ഞു കുഞ്ഞു കുട്ടിയെപ്പോലെ ഉണ്ട് എന്നെ കാണാനെന്ന് പറഞ്ഞു ആ ഹെയർ സ്റ്റൈല്. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോഴാണ് ഒരു മോഡലായിട്ട് സുന്ദരി ഒരു ചേച്ചി അവിടെ നിൽക്കുന്നത്. വേറെ മേക്കപ്പ് ഐറ്റംസ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ബ്ലാക്ക് കോസ്റ്റ്യൂമിൽ നല്ല പോർഷ് ലുക്കിൽ നല്ല കോസ്റ്റ്യൂംസ്. ഇങ്ങനത്തെയൊക്കെ കോസ്റ്റ്യൂംസ് ഇടണമെങ്കിൽ സൂപ്പറല്ലേ. അങ്ങനെ ഇട്ട് നമുക്ക് മുന്നോട്ട് പോകെ കുറേ ബാഗ്സിൻ്റെ കളക്ഷൻസ് ഉള്ള ഒരു കട കണ്ടു. ഉള്ളിൽ നിന്നും ഫീനിക്സ് മോളിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാർ സെൽഫീസ് എടുക്കുന്നത് കാണാം. എന്നിട്ട് ക്രിസ്മസ് അറ്റ് ഫീനിക്സ് ഈ പാട്ടും ബഹളമൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ എത്തി. അവിടെ ക്രിസ്മസിൻ്റെ റിലേറ്റഡായിട്ട് ഭയങ്കര ഹിന്ദി പാട്ടുകളും പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും എല്ലാ പാട്ടുകളും ഇട്ട് എല്ലാവരും അവിടെ അത് കേട്ട് എൻജോയ് ചെയ്യുക, ഡാൻസ് ചെയ്യുക, എല്ലാ പരിപാടികളും അവിടെ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഇനി നോട്ടോ ഓൺലി വ്യൂ.
പാട്ടും ഡാൻസും കഴിഞ്ഞിട്ട് ഞങ്ങൾ സൈഡിലേക്ക് മാറി വന്നപ്പോഴാണ് കുറേ ബൊമ്മകൾ, വലിയ തലയുള്ള കുഞ്ഞുടലുള്ള നല്ല ബൊമ്മകളും കപ്സും നല്ല ടോയ്സും പിന്നെ കുറേ കീ ബഞ്ച്, ഡ്രീം ചേസർ, അങ്ങനെ കുറേ ഫ്ലവർ വാസ്, ലൈറ്റ്സ് എല്ലാം കണ്ടിട്ട് ഞങ്ങൾ പിന്നെ മുന്നോട്ട് വന്നപ്പോൾ 2 ബൊമ്മകൾ നിൽക്കുന്നു. അതിൻ്റെ ഉള്ളിൽ മനുഷ്യരുണ്ട്. ഞാനും അവിടെ നിന്ന് അവരുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. ഞാനും അവരുടെ ഇടയിലൊരു കുഞ്ഞു കുട്ടിയായിട്ട് നടന്നു. എനിക്കും ഷേക്ക് ഹാൻഡ്സ് ഒക്കെ തന്നു. നല്ല രസമായിരുന്നു അവരോട്. ഓക്കെ ഗൈസ്, നമ്മളുടെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുമായിരുന്നു. മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ലൈറ്റുള്ള ഒരു ഗിറ്റാർ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ശ്രീദേവി കുറച്ച് ഫോട്ടോസ് എടുത്ത് തന്നു. ഈ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്തത് ശ്രീദേവിയാണ്. പിന്നെ മുന്നോട്ട് നടക്കുമ്പോൾ വീണ്ടും കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നു. ലൈറ്റിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ നടന്ന് ഇവരിടയ്ക്കോ പോകുന്നു. കുറേ ആൾക്കാർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്ന ആളെ അല്ലാത്തവരെ എല്ലാവരെയും വായി നോക്കി നിൽക്കാൻ കുറച്ച് പേര് നിൽക്കുന്നു. അവരെ വീഡിയോ എടുക്കാൻ ഞാൻ മുന്നോട്ട് നടന്ന് പോകുന്നു. അങ്ങനെ സൂപ്പറായിരുന്നു. മൊത്തത്തിൽ അന്നത്തെ ഈവനിങ് അടിപൊളിയായിരുന്നു. ഇനി അടുത്തത് എന്തുവാ എന്ന് നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യൂ. ഫീനിക്സ് ഒക്കെ കറങ്ങി നടന്നു. നമ്മളിനി യാത്ര ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത വീഡിയോ വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം. ബൈ.
അടുത്തതായി നമ്മൾ കയറാൻ പോകുന്നത് VR മോളിലേക്കാണ്. അങ്ങനെ അടുത്തതായി നമ്മൾ VR മോളിലേക്ക് പ്രവേശിച്ചു. ഫീനിക്സ് മോളിൻ്റെ തൊട്ട് അയൽവക്കത്തുള്ള ഒരു അയൽവക്കക്കാരിയാണ് VR മോൾ. അപ്പോൾ നമ്മൾ VR മോളിൻ്റെ അകത്ത് ഉണ്ട് ക്രിസ്മസ് ട്രീ. പക്ഷേ നമ്മൾ ഫീനിക്സ് മോളിലെ കണ്ടതിൻ്റെ അത്രയും ഇല്ല. പിന്നെ ചെറുത് സിമ്പിളായിട്ടുള്ളൊരു ഗിഫ്റ്റും താങ്ങി പിടിച്ചുകൊണ്ട് മാനോടുവാണ്. നമുക്ക് ഒരെണ്ണം തരുമോ? ഞാൻ മാനിനോട് ചോദിക്കുമായിരുന്നു ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുമോ എന്ന്. അപ്പോൾ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു അങ്ങനെയൊന്നും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ VR മോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. അവിടെയും കുറേ നല്ല ബാഗ്സൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സെയിൽസിന് വേണ്ടിയിട്ട്. നമുക്കിനി കുറച്ച് മുമ്പോട്ട് നടക്കാം. ഇതാണ് VR മോളിൻ്റെ ഉള്ളിലുള്ള വിശേഷം. നല്ല സുന്ദരമായ ഇന്നർവെയർസിൻ്റെ ലോകം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗാഡ്ജറ്റ്സിൻ്റെ ലോകത്തിലേക്ക് പോയിട്ട് വരാം. വന്നിട്ട് കുറച്ച് നേരം വായി നോക്കി നിൽക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ പ്രയാണം ആരംഭിക്കാം. കുറച്ച് മുന്നോട്ട് അങ്ങനെ നടന്നു പോയി കുറേ കാര്യങ്ങൾ നമ്മൾക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മൾ അടുത്തതായി പോകുന്നത് ലുലു മാർക്കറ്റിലേക്കാണ്. ലുലു മാർക്കറ്റിൽ ഫോണൊന്നും അലോ ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് നോക്കാം, ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ കുറച്ച് വീഡിയോസ് എടുക്കാം. ഓക്കെ, കം ഓൺ. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഒരുപാട് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കി സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലം കേക്ക്സ്, റെഡ് വെൽവെറ്റ്, അങ്ങനെ കുറേ കേക്ക്, വിവിധ തരം കേക്ക്സ് അവിടെ ഞാൻ കണ്ടു. അതിൽ ഞങ്ങൾ ഒരു ക്യാരറ്റ് കേക്കും പിന്നെ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കേക്കും മേടിച്ചു, പ്ലം കേക്ക്. നമ്മൾ ലുലു മാളിൽ കയറി വെളിയിലേക്ക് ഇറങ്ങി. ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എന്നാലും ഞാൻ കയറി കഴിഞ്ഞ ഫോട്ടോസും വീഡിയോസും എടുക്കാതെ തിരിച്ചു വരില്ല എന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് പുറത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി കുഷ്കയും പിന്നെ തന്തൂരി ചിക്കനും ഓർഡർ ചെയ്തു. നമുക്ക് ശ്രീദേവി കഴിച്ചിട്ട് റിവ്യൂ ഇപ്പോൾ പറയുന്നതായിരിക്കും. എങ്ങനെയുണ്ട് കുഷ്ക എന്ന് പറയൂ ശ്രീദേവി, എങ്ങനെയുണ്ട് കുഷ്ക? കൊള്ളാല്ലേ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ കബാബ് മന്ദ്ര എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റിലാണ് കയറി കഴിച്ചത്, ഫുഡ് അടിച്ചത്, നൈറ്റ് ഡിന്നർ. കൊള്ളായിരുന്നു. പിന്നീട് ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ദാണ്ട് കച്ചവടക്കാരൻ കുറച്ച് ബൊമ്മകളും ലൈറ്റ്സ് ഉള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഏഞ്ചൽ ബൊമ്മയെ മേടിച്ചു. 130 രൂപ ചാർജ് ചെയ്തവർ. സോ ഇതാണ് ഞാൻ മേടിച്ച ബൊമ്മ. ലാവൻഡർ കളർ ഡ്രസ്സൊക്കെ ഇട്ടുള്ള ഒരു ഏഞ്ചൽ, ഇന്ത്യൻ ഏഞ്ചൽ. അപ്പം ഫീനിക്സ് മോൾ കയറി കറങ്ങി വരുന്ന ആൾക്കാരാണ്. ട്രാഫിക് ഭയങ്കരമായിരുന്നു. ഞാൻ അവിടെ നിന്നും ഒരു ഫോട്ടോസ് എടുത്തു. കുറച്ച് എങ്ങനെയുണ്ട് എന്നെ കാണാൻ?
സൂപ്പർ അല്ലേ? അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? മറക്കാതെ അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ. ഇനി അടുത്ത വീഡിയോ കാണുന്നതും വരേക്കും ടാറ്റാ ബൈ ബൈ.